ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് കൈപ്പയ്ക്ക കറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൈപ്പയ്ക്ക കേട്ടിട്ട് ഇനി പേടിക്കേണ്ട, വളരെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഇതേപോലത്തെ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കുക, ഒരു കയ്പ ടേസ്റ്റ് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇന്ന് കൈപ്പയ്ക്ക തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഞാനൊരു 200 ഗ്രാമിൻ്റെ ഇവിടെ കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഒന്ന് ഫസ്റ്റ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് സ്ലൈസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൗണ്ടായിട്ട് ഈ വീതിക്ക് ഇപ്പോൾ ഞാൻ എല്ലാം സ്ലൈസാക്കി എടുത്ത് വെക്കുന്നുണ്ട്, കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് എല്ലാ സ്ലൈസ് കട്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ റൗണ്ടിൽ കട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ അല്ലാണ്ട് കുഞ്ഞു പീസസ് ആയിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണ് അതങ്ങനെ കട്ടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് നല്ല മൂത്ത് വന്നിട്ട് വിത്ത് ഉണ്ടല്ലേ ഇതിലേക്ക് സീഡ്സ്, അത് മാത്രം നമ്മൾക്കൊന്ന് റിമൂവ് ചെയ്യണം. പിഞ്ചായിട്ട് സീഡ് ഉണ്ടാവില്ലേ, അതൊന്നും എടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ കയ്പ്പയ്ക്ക ഇവിടെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾക്ക് എല്ലാ കയ്പ്പയ്ക്ക എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വരെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഒരു മാക്സിമം ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ, അല്ലാണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾക്ക് ഇങ്ങനെ തേച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന കാരണം ഇതിലേക്ക് എത്ര നീര് ഇറങ്ങി വരുന്നുണ്ട് അത്ര ആ കയ്പ ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്തിനും ഇഷ്ടമാണ് അത് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ സ്ലൈസ് ഇപ്പോൾ നമുക്ക് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇതൊക്കെ തേച്ച് വെച്ചില്ലേ, അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒരു 4 പ്രാവശ്യം നമ്മൾക്ക് വെള്ളം മാറ്റി നമ്മൾക്ക് വാഷാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് എന്നിട്ട് നമ്മൾക്ക് ഒരു അരപ്പിൽ വെച്ചിട്ട് എല്ലാ വെള്ളം നമ്മൾക്ക് ഡ്രൈ ആക്കി എടുത്ത ശേഷം നമ്മൾക്ക് ഇതേപോലത്തെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 60-70% ഞാൻ ഇതിലേക്ക് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവ് ബാലൻസ് ഉണ്ട്, അത് നമ്മുടെ കറി വയ്ക്കുമ്പോൾ അത് വെന്തി കിട്ടും. പിന്നെ ഇതേ പാനിക്ക് ഞാൻ സെയിം പാനിക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂണായിട്ട് പിന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് കടുകും, ഒരു 1/2 ടീസ്പൂണായിട്ട് ചെറിയ ജീരകം, 1/2 ടീസ്പൂണായിട്ട് പിരിങ്ങ് ജീരകം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 നമ്മൾക്ക് ഒരു വെളുത്തുള്ളി അല്ലേ, അത് നമ്മൾക്ക് ഇങ്ങനെ നീളത്തിൽ സ്ലൈസാക്കി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ഇഞ്ചി ഇതേപോലത്തെ ചെറിയായിട്ട് നമുക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു സബോള ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾക്ക് ഒന്നും സബോളൻ്റെ ഇതൊക്കെ പച്ച മണം മാറി കിട്ടുന്ന വേറെ നമ്മൾക്ക് ഒന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് അല്പ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് അല്പ കറിവേപ്പില ചേർത്ത് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലേ, അത് നമ്മൾ ഫുള്ളായിട്ട് കഴുകിയിട്ട് നമ്മൾക്ക് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അതിനപ്പോൾ ആ ഉപ്പിൻ്റെ ഇതിനൊന്നും ഇതില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണായിട്ട് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ വരെ അല്ല 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പൊടി മസാല കണ്ട് പച്ച മണം മാറി കിട്ടുന്ന വരെ നമ്മൾക്ക് ഒന്ന് ഇളക്കി എടുക്കണം, ഇതിലേക്ക് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണായിട്ട് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ടൊമാറ്റോൻ്റെ പേസ്റ്റിൻ്റെ പച്ച മണം ഇതൊക്കെ മാറി ശേഷം ഈ പച്ച എല്ലാം മാറി ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ എളുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്തിട്ട് ആ നീര് എടുത്തിട്ടുണ്ട്, ആ വെള്ളം എടുത്തിട്ടുണ്ട്, പുളിവെള്ളം. അപ്പോൾ ഒരു കപ്പിൻ്റെ അടുത്ത് ആ പുളിവെള്ളം ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ 1.5 ടേബിൾ സ്പൂണായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ശർക്കര ഓപ്ഷണൽ തന്നെ, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലത്തെ ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നമ്മൾക്ക് നേരത്തെ കയ്പ്പയ്ക്ക വറുത്ത് വെച്ചാൽ ഈ കയ്പ്പയ്ക്ക ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾക്കൊന്നും ഇളക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു
മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾക്ക് കവറാക്കിയിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഒരു 60-70% നമ്മൾ കയ്പ്പയ്ക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു 5-6 മിനിറ്റ് നമ്മൾക്ക് ഇങ്ങനെ സിമ്മിൽ വെച്ചാൽ മതിയാവും പെട്ടെന്ന് നമ്മൾക്കിത്. പിന്നെ ഞാനിതിലേക്ക് നിങ്ങൾക്ക് ഇനി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. പക്ഷെ ഞാനിതിലേക്ക് നമുക്ക് ചോറിൻ്റെ സൈഡ് കൂട് കളിക്കുമ്പോൾ ആ ഡിഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഡ്രൈ കോവയ്ക്കേണ്ട റെസിപ്പി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എത്ര പേർക്ക് ഇനി കറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ, വളരെ എളുപ്പത്തിൽ. പക്ഷെ നല്ല എന്താ പറയുക, എരിവോ പുളിപ്പും മധുരം നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ചിട്ട് നിർബന്ധമാണ് നിങ്ങൾക്ക് ഒന്ന് ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോക്ക് ഞാൻ വരാം നല്ല അടിപൊളി റെസിപ്പി എടുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.